Hello, my dear parents. Myself, Mohammad Rais, Chairman, Smart Up Education. അപ്പോൾ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ തന്നെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഇനി അങ്ങോട്ടൊരു കുട്ടീനെ പഠിപ്പിക്കുന്ന പാരന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെഷൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് അയച്ചു തരാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. ഈ കാര്യം അറിയാതെ ഇനി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, നിങ്ങളൊരു കുട്ടീനെ വളർത്തി അതിൻ്റെ എക്സാമിലേക്ക് വിടുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രഷർ, അവർക്കുണ്ടാവുന്ന ടെൻഷൻ, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സെഷനിലൂടെ നമ്മളിന്ന് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ അല്ലേ? അപ്പോൾ കുട്ടികളെ അറിഞ്ഞുകൊണ്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്കാഡമിക് സിസ്റ്റത്തെ മനസ്സിലാക്കിക്കൊണ്ടും ഇനി പഠിപ്പിക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു അക്കാഡമിക് സിലബസ് ബിൽഡ് ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു കുട്ടി പഠിക്കാൻ വരുന്നു എന്നുള്ള രീതിയിലും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ രണ്ടുപേരും ഈ കാര്യം മനസ്സിലാക്കിയാൽ ഉറപ്പാണ് നമ്മുടെ കുട്ടി അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യാനും അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റും. അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പാരൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാവിധ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായിട്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് കുട്ടികൾ പാനിക്കാണ്, കുട്ടികൾ ടെൻഷനാണ്, അവർക്ക് എക്സാം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ ടെൻഷനായിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് എക്സാം ഇങ്ങനെയാണ്, പ്രഷറാണ്, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഡിപ്രഷനിലാണ് എന്നുള്ളതാണ്. എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു 5 വർഷമായിക്കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്ത് വന്നു? നമ്മൾ അന്വേഷിച്ച് നോക്കിയിട്ടില്ലേ? അല്ലേ? നമ്മുടെ സിസ്റ്റം അങ്ങനെയായിരുന്നു. എല്ലാവരും കണ്ണും പൂട്ടി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 100% ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനം ഏതായിരുന്നു? കേരളമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യരുള്ള സംസ്ഥാനം ഏതായിരുന്നു? കേരളമായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വളർന്നു വരുന്ന തലമുറക്ക് പറ്റുന്ന പ്രശ്നം എന്താണ്? കേരളത്തിൽ വന്ന മാറ്റം? കുട്ടികളുടെ പ്രശ്നമാണോ? പാരൻസിന്റെ പ്രശ്നമാണോ? എന്താണ് നിലവിൽ അക്കാഡമിക് സിസ്റ്റത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അത് വ്യക്തമാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രസന്റേഷനിലൂടെ നിങ്ങളെ മനസ്സിലാക്കി തന്നാൽ സുഖമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ മാർക്ക് എത്തിക്കാം, അവരുടെ ഭാവി സേഫ് ആക്കാം. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഭാവി വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പാരൻസും ഇത് കണ്ടേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഈ ഒരു പൾസിൽ തന്നെ എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും കൂടി എടുത്തു വെക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഇനി ഇപ്പൊ നിങ്ങളുടെ കുട്ടി 8-ലായിക്കോട്ടെ, 5-ലായിക്കോട്ടെ, +2-ലായിക്കോട്ടെ, എൻട്രൻസ് എഴുതുന്ന കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഡാറ്റ വേണം. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും അവർ നിങ്ങളോട് ഡൗട്ട് ചോദിച്ചോട്ടെ, അത് ക്ലിയർ ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ സെഷനിലേക്ക് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഒരു ബുക്കും ഒരു പേനയും എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് ഇരിക്കാൻ വേണ്ടിയേ ഞാൻ ഒന്നുകൂടി പറയുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ഒരു അടുത്ത 5 വർഷം കഴിഞ്ഞാൽ കുട്ടികളുടെ മാർക്ക് മാത്രം മതിയോ, അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ കുട്ടികളുടെ മാർക്ക് മാത്രം മതിയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയല്ലേ? എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങി, +1 ഫുൾ A+ ഫുൾ മാർക്ക് വാങ്ങി, +2 മാർക്ക് വാങ്ങി, പക്ഷെ അവനിക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവനിക്ക് ഒരു തരത്തിലുള്ള എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവനൊരു നോർമൽ കോളേജിലേക്ക് അധിക മാർക്കും വേണ്ടാത്ത പഴകിയ കോഴ്സുള്ള, അല്ലെ, പഴകിയ കോഴ്സ്, ആ കോഴ്സ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, അങ്ങനത്തെ കോളേജിലാണ് അഡ്മിഷൻ വരുന്നത്. എന്നാൽ പുതിയ കോഴ്സുകൾ, AI ഡ്രിവൺ കോഴ്സുകൾ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള അഡ്വാൻസ് മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗിന്റെ അഡ്വാൻസ്, ഇവിടത്തേക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല സാർ. പ്രധാന കാരണം എന്താ? അവനിക്ക് എൻട്രൻസ് എഴുതി മാർക്ക് കിട്ടുന്നില്ല സാർ. അപ്പൊ എൻ്റെ കുട്ടി ചിന്തിക്കുകയാണ്, അപ്പൊ ഈ ഫുൾ A+ ഒക്കെ എനിക്ക് കിട്ടിയതിൽ ഞാനൊരു പൊട്ടനാണോ, അല്ലെങ്കിൽ ഞാനിതൊന്നും പഠിച്ചില്ലേ, എൻ്റെ പ്രശ്നം എന്താണ് എന്നവനിക്ക് മനസ്സിലായിട്ടില്ല. പാരൻസ് ആയ നമ്മളും പാനിക്കാണ്. 1 ലക്ഷവും 2 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ എൻട്രൻസിന് കുട്ടികളെ വിട്ടു. ആ എൻട്രൻസിന് വിട്ടിട്ട് പോലും കുട്ടികൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ സ്റ്റുഡൻസും മറ്റു സംസ്ഥാനത്തിലെ സ്റ്റുഡൻസും ഇവരെല്ലാവരും നോക്കിയാൽ കാണാൻ പറ്റും. കേരളത്തിലെ സ്റ്റുഡൻസ് +2 കഴിഞ്ഞാൽ താഴത്തേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ എൻട്രൻസ് എക്സാമുകളിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് കണ്ണടച്ചിട്ട് പരിസരത്തുള്ള ഒരു 10 കുട്ടികളെ നിങ്ങൾ മനസ്സിലാലോചിക്കുക. ആ 10 കുട്ടികൾ +2 നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെ ആലോചിക്കുക. ആ കുട്ടികൾ അവരുടെ ആഗ്രഹത്തിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ അവർ എവിടെ എത്തി എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ നിങ്ങൾക്ക് ഈ മാറ്റം മനസ്സിലാകും.
എന്താണ് നമുക്ക് വരുന്ന മാറ്റം? എന്താണ്? കുട്ടികൾ കാണാപ്പാഠം പഠിച്ചാൽ മതിയോ? കുട്ടികൾ കാണാപ്പാഠം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു റിയൽ എക്സാമ്പിൾ എടുത്തു തരാം. നിങ്ങൾക്ക് ഞാനൊരു റിയൽ എക്സാമ്പിൾ എടുത്തു തരാം, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 2016 മുമ്പ് വരെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ, കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾ, ഓക്കെ, അവര് കീം എക്സാം ആണ് എഴുതിയിരുന്നത്. ഓക്കെ, ഞാൻ ഒരൊറ്റ ഭാഗം, ഒരുപാട് ഡിഫറെന്റ് മേഖലകളുണ്ട് അതെനിക്കറിയാം, പക്ഷെ ഒരൊറ്റ ഭാഗം ഞാൻ എടുക്കുകയാണ്. കീം എക്സാം, എൻട്രൻസ് എക്സാം എഴുതി. ഈ കീം എൻട്രൻസ് എക്സാം എഴുതിയാൽ അവർക്ക് എഞ്ചിനീയറിംഗിന് പോകാം. എന്താണ് കീം എന്ന് പറഞ്ഞാൽ? കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ അവർക്ക് പോകാം. അപ്പൊ എങ്ങനെയായിരിക്കും ആ റൂട്ട് മാപ്പ് എന്ന് അറിയാമോ? 2016 മുമ്പ് വരെയുള്ള കുട്ടികളുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? അവര് കേരള സിലബസ് പഠിക്കും, എന്നിട്ട് അവർ കേരള സ്റ്റേറ്റ് നടത്തുന്ന എക്സാമിന് അപ്പിയർ ചെയ്യും. എന്നിട്ട് അവർ കോമ്പറ്റീറ്റ് ചെയ്യണ ആരെന്നറിയാമോ? സ്റ്റേറ്റ് ലെവൽ കുട്ടികളെയാണ് അവർ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് അഡ്മിഷൻ വരുന്നത് എവിടെയെന്ന് അറിയാമോ? കേരളത്തിന്റെ അകത്ത് തന്നെയാണ്, ഇൻസൈഡ് കേരളത്തിന്റെ അകത്ത് തന്നെയാണ് നടക്കുന്നത്. ഇതാണ് 2016 വരെയുമുള്ള സെനാരിയോ. ക്ലിയർ അല്ലേ? കേരളത്തിലെ സിലബസ് പഠിക്കുന്ന കുട്ടികൾ, +2 കേരള സിലബസ് പഠിക്കുന്നത്, 10 കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികൾ കേരള സ്റ്റേറ്റ് നടത്തുന്ന എക്സാം നടത്തുന്ന ആരാണ്? കേരള സ്റ്റേറ്റ് തന്നെയാണ്. എന്നിട്ട് സ്റ്റേറ്റ് ലെവൽ എക്സാം, അപ്പൊ കേരളത്തിലെ കുട്ടികൾ മാത്രമായിരിക്കും പങ്കെടുക്കുന്നത്. ഭൂരിഭാഗം കുട്ടികൾ എവിടെ തന്നെയാണ്? കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ കുട്ടികൾ നടത്തുന്ന എക്സാമിൽ പങ്കെടുക്കുന്നു. എവിടെ തന്നെ അഡ്മിഷൻ കിട്ടുന്നു? കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നു. കേരളത്തിൽ തന്നെ പല മെഡിക്കൽ കോളേജുകളിലും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു. ആ രീതിയിലേക്കായി എക്സാം. ക്ലിയർ അല്ലേ? എന്നാൽ 2016 ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? സെൻട്രൽ ഗവൺമെന്റ് ഒരു പോളിസി അങ്ങ് കൊണ്ടുവന്ന് 2016 ശേഷം എന്താക്കിയെന്നറിയാമോ? കീം എക്സാമിലുള്ള മെഡിക്കലുള്ള കാര്യം എടുത്തങ്ങ് മാറ്റിയിട്ട് അത് ചെയ്യാനായിട്ട് നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നീറ്റ് എക്സാം നിങ്ങളിപ്പോ കേൾക്കുന്നുണ്ടാവും. നീറ്റ് എക്സാം നിങ്ങൾ ഈ പേരെ കേട്ടിട്ടുണ്ടാവുള്ളൂ, അതിന്റെ പുറകിലെ മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതെന്താ സംഭവം എന്നറിയാമോ? കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കണം. കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടി ഇവിടെ കേരള സ്റ്റേറ്റ് നടത്തുന്ന എക്സാം അല്ലേ? ഇപ്പൊ അതല്ല, നാഷണൽ ലെവൽ എക്സാം ആണ്. സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഈ എക്സാം. ഓക്കെ, ഇവിടെ കേരള സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ അല്ലേ ഉള്ളൂ. മാറി, ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് നാഷണൽ കോമ്പറ്റീഷൻ മാറി. ഇനി അവർക്ക് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും അഡ്മിഷൻ നോക്കാം. അപ്പൊ നാഷണൽ ലെവൽ അഡ്മിഷനിലേക്ക് അവർ പോകണം. അതായത് കേരള സ്റ്റേറ്റ് പഠിച്ച കുട്ടി കേരള നടത്തുന്ന എക്സാമിൽ എഴുതി, അപ്പൊ അവർക്ക് സ്റ്റേറ്റ് ബോർഡ് പഠിച്ചാൽ മതി, സ്റ്റേറ്റ് സിലബസ് പഠിച്ചാൽ മതി. എക്സാം നടത്തുന്ന ആരാണ്? കേരള സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് സിലബസ് പഠിച്ചു, ചോദ്യങ്ങൾ വരും, ആൻസർ ചെയ്താം. കോമ്പറ്റീഷൻ നോക്ക്, സ്റ്റേറ്റ് ലെവൽ പിള്ളേരാണ്. കൂടിപ്പോയ 1.5 ലക്ഷം പേര് എക്സാം ചെയ്തു, 1.5 ലക്ഷം പേര് മെഡിക്കൽ എക്സാം എഴുതി. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ക്വാളിഫൈ ആയാൽ മതി. പക്ഷെ ഇവിടെ സെൻട്രൽ ആണ് എക്സാം നടത്തുന്നത്, നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണ്. 20 ലക്ഷത്തോളം പേര് എക്സാം എഴുതുന്നുണ്ട്. അതിലവരെന്താവണം? ക്വാളിഫൈഡ് ആകണം. ഇത് 2016 ശേഷം വന്ന മാറ്റമാണ്. 2016 ശേഷം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായില്ല. ഇനി ഈ 2 എക്സാമുകളുടെ വ്യത്യാസം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വ്യത്യാസം എന്താണെന്നറിയാമോ? ഇവിടെ നമുക്ക് മെമ്മറി ടെസ്റ്റ് പോലെയാണ്, ഓർമ്മശക്തി മതി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആപ്ലിക്കേഷൻ ലെവലാണ്. കൺസെപ്റ്റ് ലെവലാണ്. കൺസെപ്റ്റ്, ഒരു ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് അറിയണം. ഈ മാറ്റം കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തിയിട്ടില്ല. കാരണം 2016 ഈ സിലബസ് മാറിയതിന് ശേഷം 2018-19 ആയപ്പോഴേക്കും നമുക്ക് 2018 വലിയൊരു പ്രളയവും മറ്റു കാര്യങ്ങളും നമുക്ക് വന്ന് നമുക്ക് സിലബസ് മാറ്റാനോ പിള്ളേരെ റെഡിയാക്കാനോ സമയം കിട്ടിയില്ല. ഒരുപാട് സമയം അവധിയായി പോയി. നമ്മുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം കേരള സ്റ്റേറ്റിന്റെ അകത്തെ പ്രശ്നം മാറി, ലോകം മൊത്തം പ്രശ്നമായി. 2020 അടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായി? നമുക്കറിയാം, കോവിഡ് വന്നു, കുട്ടികളെ കോൾ പാസ്സാക്കി. പക്ഷെ അപ്പോഴും സെൻട്രൽ എക്സാം ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റിൽ മാറ്റം വന്നിട്ടില്ല, നമ്മുടെ കുട്ടികൾക്ക് ബേസ് കിട്ടിയിട്ടില്ല. ഈ ഒരു ജമ്പ് സംഭവിച്ചു എന്ന് അവരറിഞ്ഞിട്ടില്ല. ആ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത്? അവരെ പ്രിപ്പയർ ആക്കേണ്ടത് നമ്മളല്ലേ?
അവർക്ക് ഇത് തിരിച്ചറിയിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ലേ. ഇപ്പൊ 2016 മുമ്പ് ഒരാൾ ഡോക്ടറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കീമായിരിക്കും എഴുതിയിരിക്കുന്നത്, നീറ്റല്ല. അപ്പൊ അവനിക്ക് കുറച്ചുകൂടി കേരളത്തിലെ കുട്ടികളായിട്ട് മാത്രം കോമ്പറ്റീറ്റ് ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല സാഹചര്യം വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ഒരു കുട്ടി നാഷണൽ എക്സാം എഴുതേണ്ടി വരും. ക്ലിയർ ആണോ? നാഷണൽ എക്സാം എഴുതിയിട്ട് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഇവിടെ 1.5 ലക്ഷം പേര് എഴുതുമ്പോൾ ഇവിടെ 20 ലക്ഷം 23 ലക്ഷം പേര് എഴുതും. കോമ്പറ്റീഷന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ ടഫ്നെസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ പ്രഷർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിനു വേണ്ടിയിട്ട് ഇവരെപ്പം മുതൽ പ്രിപ്പയർ ചെയ്യും എന്നറിയാമോ? 8ാം ക്ലാസ് മുതലേ പ്രിപ്പയർ ചെയ്യും. 8ാം ക്ലാസ് മുതലേ പ്രിപ്പയർ ചെയ്യും. നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് മക്കളടുത്ത് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്താണ് നിങ്ങൾക്ക് ആകേണ്ടതെന്ന് ചോദിച്ചോ. അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. ചിന്തിച്ച് തുടങ്ങിയില്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങോ? ഇല്ല. ചിന്തിച്ചില്ല, പ്രിപ്പയർ ചെയ്തില്ല, നടക്കില്ല. ഇനി ചിന്തിച്ചു, പ്രിപ്പയർ ചെയ്തു, ചിലപ്പോ നടക്കാം, ചിലപ്പോ നടക്കൂല, കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കണം. എന്താണ് നമ്മൾ അതിന്റെ പാറ്റേൺ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്റെ മക്കൾ ചിലപ്പോൾ ആഗ്രഹിക്കാം. ഒന്ന് നോക്കിക്കേ. ഒന്ന് ഫസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്നിട്ട് ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. ഔട്ട്പുട്ട് എനിക്ക് 2 എണ്ണം ആകാം. ഒന്നില്ലെങ്കിൽ ഞാൻ അതിൽ സക്സസ് ആവാം, അല്ലെങ്കിൽ ഞാൻ അതിൽ ഫെയിലിയർ ആവാം, കുഴപ്പമില്ല. പക്ഷെ ചിന്തിച്ചു, പ്രിപ്പയർ ചെയ്തു, സക്സസ് ആകാം, ഫെയിലിയർ ആകാം. ചിന്തിച്ചില്ല, പ്രിപ്പയർ ചെയ്തില്ല, ഉറപ്പായിട്ടും സക്സസ് ആവൂല. അവിടെ ഒറ്റ റൂട്ടേ ഉള്ളൂ, ഫെയിലിയർ ആകുള്ളൂ. അപ്പൊ 8ാം ക്ലാസ്സോ ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പാറ്റേൺ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും ഉണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടികൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നു. നേരത്തെ പ്രിപ്പയർ ചെയ്യണ നമുക്ക് നമ്മുടെ കുട്ടി ലേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ശരിയാകോ? 5 കിലോമീറ്റർ ഓട്ട മത്സരമാണ്, 5 കിലോമീറ്റർ മാരത്തൺ ആണ്. ഓക്കെ, നമ്മുടെ കുട്ടി ബാക്കിയുള്ള ആളുകൾ 6 മണിക്ക് അവർ ഓടാൻ തുടങ്ങി 5 കിലോമീറ്ററിലേക്ക് ഓടാൻ തുടങ്ങി. നമ്മുടെ കുട്ടി 7:30 മണിക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയത്. എന്നിട്ട് ഞാൻ ഓടാൻ തുടങ്ങാണ്. നമ്മുടെ കുട്ടി ഒരിക്കലും അവിടെ എത്തില്ല. അതിനേക്കാൾ മുമ്പ് ഇവരെത്തിയതിന് ശേഷമേ നമ്മുടെ കുട്ടി എത്തുള്ളൂ. കാരണം പ്രിപ്പറേഷൻ ടൈം കുറച്ച് കൂടുതൽ വേണം. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അവിടെ വന്ന മാറ്റം. നിങ്ങൾക്ക് ഈ സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതില് കേരളം, ബെസ്റ്റായ കേരളം ഇപ്പോ വലിയ രീതിയിൽ താഴത്തേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനൊക്കെ നമ്മളെക്കാൾ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കയറിപ്പോയി. തിരിച്ചു പിടിക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞാൽ മാത്രമേ, അറിവല്ല നമുക്ക് വേണ്ടത്, തിരിച്ചറിവാണ്. തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളിലേക്ക് പോവാം. ഇത് ക്ലിയർ അല്ലേ? ഇതൊക്കെ അല്ലേ? ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ കുട്ടികളുടെ അടുത്ത് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാം. ഇനി കൺസെപ്റ്റ്, ഇപ്പൊ അക്കാഡമിക് പ്ലാൻ, NCERTയുടെ പ്ലാൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം, മുമ്പത്തെ കുട്ടികൾക്ക് മെമ്മറി പവർ മതി, കാണാതെ പഠിച്ച് എക്സാം ചെയ്താൽ ഫുൾ എ പ്ലസ് കിട്ടും. അതിന് കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാണ്. മുമ്പത്തെ കുട്ടികളോട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നതിന്റെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് ഞാൻ പറയാം. എല്ലാവരും കാണാതെ പഠിച്ചോ? അപ്പൊ എല്ലാവരും ഇപ്പൊ പഠിച്ചോ? എല്ലാവരും എന്റെ കൂടെ പഠിച്ചോ? 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ നേരെ ചോദ്യം വരും. കേരള സ്റ്റേറ്റിൽ മുമ്പ് വന്നിരുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അപ്പൊ എല്ലാവരും ഒറ്റടിക്ക് കാണാതെ എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. എത്രയാണ് ആൻസർ? 9.8 മീറ്റർ/സെക്കൻഡ് അല്ലേ? മാർക്ക് കിട്ടി. ഇതേ കുട്ടി എൻട്രൻസിന് പോണേ, ഈ ടോപ്പിക്ക് പഠിച്ചിട്ട് ഈ കുട്ടി എൻട്രൻസിന് പോണേണ്. എൻട്രൻസിലെ ചോദ്യം എന്താണെന്നറിയാമോ? ഒരു മരത്തിൽ നിന്ന് ഒരു കരടി നിലത്തേക്ക് വീണ്. ഒരു കരടി നിലത്തേക്ക് വീണ്. മരത്തിൽ നിന്ന് കരടി നിലത്തേക്ക് എത്താൻ പിടിച്ച സമയം 1.44 സെക്കൻഡ് ആണ്. ഇവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്നുള്ളത് 9.83 ആണ്. 9.83 ആണ്. ഈ കരടിയുടെ നിറമെന്ത്? അതാണ് ക്വസ്റ്റ്യൻ. ഇത് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇവിടെ 9.8 നമ്മൾ കാണാതെ പഠിച്ചു പോയ കുട്ടി ഇവിടെ പോയിട്ട് ചോദിക്കുകയാണ്,
എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ പറയുക, കരടിയുടെ നിറം എന്താന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ കളർ ഓഫ് ബെയർ. അവിടെയാണ് കൺസെപ്റ്റ് പഠിക്കുന്ന കുട്ടികൾ രക്ഷപ്പെടുന്നത്. അവിടെയാണ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെ എങ്ങനെ പഠിക്കണമെന്ന് അറിയാമോ? അവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കണം. ഭൂമി എന്നത് ഉരുണ്ടതല്ല, ഭൂമിക്ക് ഒരു ബൾജിങ് ഉണ്ട്. ഇവിടെ ഒരു ബൾജിങ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള അളവ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് കൂടുതലും ഇവിടെ നിന്ന് അളവ് കുറവായിരിക്കും. ഇക്വേറ്റർ ഭാഗത്തുള്ള ഇതിന്റെ വാല്യൂ 9.78 ആണ്. ഇവിടെ 9.83 ആണ്. ഇതിന്റെ ആവറേജ് ആണ് 9.8. മനസ്സിലായ? ഇവിടെ 9.83. ഇത് പോളാർ ഏരിയ ആണ്. പോളാർ ഏരിയയിൽ ഉണ്ടാവുന്ന കരടി പോളാർ ബിയർ ആണ്. പോളാർ ബിയറിന്റെ കളറ് വെള്ളയാണ്. അപ്പൊ കളർ ഓഫ് ദ ബിയർ ഏതാണ്? വൈറ്റ്. വെള്ള നിറമുള്ള കരടി എങ്ങനെ ഇരിക്കണം? നിങ്ങളൊന്ന് പറ. അപ്പൊ നമ്മുടെ കുട്ടി വന്ന് പറയാണ് കരടിന്റെ കളറാന്ന് ചോദിച്ചാ, അപ്പൊ നമ്മളും പറയാണ് കരടിന്റെ കളറാ. അങ്ങനെ ആയിരിക്കും നമ്മളും ചിന്തിക്കുന്നതല്ലേ? പക്ഷെ ഇങ്ങനെയാണ്. ഈ കൺസെപ്റ്റ് അറിയണം. A+ വാങ്ങാൻ ഇത് മതിയാവേയിരിക്കാം, ശരി. പക്ഷെ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതറിയണം. അപ്പൊ കൊച്ചിനറിയേണ്ടത് ഇത് ബൈ ഹാർട്ട് ആണോ അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ആണോ? കൺസെപ്റ്റാണ്. കൺസെപ്റ്റ് ലേണിംഗ് ആണ് NCERT ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നത്. NCERT CBSE ലെവലൊക്കെ ഇതാണ് പോകുന്നത്. അതുകൊണ്ടാണ് CBSE ലെവലുള്ള കുട്ടികൾ മെയിൻ കോമ്പറ്റീറ്റീവ് എക്സാം വരുമ്പോൾ മാർക്ക് കൂടുതൽ വാങ്ങുന്നത്. പ്രധാന കാരണം ഇതാണ്. ശരിക്കും നമ്മുടെ കുട്ടികളെ നമ്മൾ തളർത്തുന്നതല്ലേ? ഫുൾ A+ വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഇനിയും സമയമുണ്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ. പക്ഷെ അവൻ നോക്കുമ്പോൾ എന്താ, ഇത് പഠിച്ചാൽ മാർക്ക് കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്? പക്ഷെ ഈ പാറ്റേൺ ഇപ്പോ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതൊരു വലിയ എക്സാമ്പിൾ ആണ് അതിന് വേണ്ടിയിട്ട്. പോളാർ ബിയർ. അപ്പൊ ഒരു കരടിയുടെ കളറ് ചോദിച്ചാലും അതിനെ ഫിസിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കാര്യം വെച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആളുകൾക്കുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിലേക്കാണ് ഇപ്പോ ആക്ഷൻ പ്ലാൻ ബൈ SCERT മാറി ചോദിച്ചു. എന്താണ് SCERT? എന്താണ് NCERT? NCERT ആണ് CBSE സിലബസ് ഫോളോ ചെയ്യുന്നത്. SCERT ആണ് കേരള സ്റ്റേറ്റിലെ കുട്ടികളുടെ ബുക്കിൽ ഫോളോ ചെയ്യുന്നത്. SCERT ആണ്. ഇവർ ചിന്തിച്ചു തുടങ്ങി, ഇവർ മാറ്റി തുടങ്ങി. മാത്രമല്ല അതിനേക്കുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പേപ്പർ കട്ടിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, കടുപ്പിച്ച് +2 ഫിസിക്സ് എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോ ന്യൂസ് വെച്ചാലും എന്ത് വെച്ചാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കാം. കുട്ടികള് ചോദ്യം ടഫായി, പ്രശ്നമായി എന്നുള്ള രീതികളിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, SCERT ക്വസ്റ്റ്യൻ ടഫാക്കുന്നത് കുട്ടികളെ ഒന്നുകൂടി ബെറ്റർ ആക്കാനാണ്. അതൊക്കെ നല്ല ഉദ്ദേശം തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ കുട്ടികൾക്ക് അറിയാമോ? പാറ്റേൺ മാറിയ കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിയാമോ? 2016 മുമ്പ് മെഡിക്കൽ എക്സാം ഇങ്ങനെയായിരുന്നെന്നും 2016 ശേഷം നീറ്റായി മാറിയ കാര്യം നമ്മുടെ കുട്ടികൾക്ക് അറിയാമോ? അറിയില്ല. നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ കുട്ടികൾക്ക് അറിയാമോ ഇങ്ങനെ പഠിച്ചാൽ മാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ പഠിച്ചാലേ എൻട്രൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പറയാണ് എൻട്രൻസ് എഴുതുന്നില്ല എൻ്റെ കുട്ടി, എൻട്രൻസ് എഴുതാതെ ഇനി ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടത്തില്ല. നോർമൽ കോളേജ് പഴകിയ കോഴ്സുകൾ മാത്രം സുഖമായിട്ട് നമുക്ക് കയറാം. പക്ഷെ അത് പഠിച്ചിറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് ലോകത്ത് ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ നീറ്റിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന്റെ പല ഭാഗങ്ങളിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ CA പോകേണ്ടി വരും, CMA പോകേണ്ടി വരും. ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിലും ആ മേഖലകളിൽ പോകേണ്ടി വരും. എവിടെ പോയാലും എൻട്രൻസ് ഉണ്ടാകും, എവിടെ പോയാലും. അപ്പൊ അതുകൊണ്ട് ഇത്തരം രീതിയിൽ ചിന്തിക്കാൻ അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്? കാണാതെയാണ്. നമ്മൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണ്, നമ്മുടേത് വെറുതെ കാണാതെ പഠിക്കുന്നതാണെന്ന്. ശരിയാണ്, അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ മാറ്റി. ഇനി കാണാതെ പഠിക്കുന്ന കുട്ടികൾക്ക് A+ഓ ഫുൾ മാർക്കോ കിട്ടത്തില്ല. ഇനി ചിന്തിച്ചറിയാവുന്ന കുട്ടികൾക്ക്. അങ്ങനെയാണ് സ്മാർട്ടപ്പ് അത്തരത്തിലൊരു കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും റെഗുലർ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഉള്ളത് അല്ലേ? അപ്പോ ചേഞ്ച് ഇൻ കരിക്കുലം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കരിക്കുലം അവർ മാറ്റി. ഓക്കെ, എന്താണ് കരിക്കുലം എന്ന് പറഞ്ഞാൽ? സിലബസ് മാത്രം പഠിപ്പിക്കലല്ല, അത് വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളോടെയും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. കരിക്കുലം അവർ ചേഞ്ച് ചെയ്തു. അപ്പോ ഇതില് പല രീതികളിലും അവര് മാറ്റങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെയാണെന്നറിയാമോ നിലവിലിരിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെയാണെന്നറിയിരിക്കുന്നത്? ഏകദേശം 20% ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 20% ക്വസ്റ്റ്യൻ വളരെ ടഫ് ആയിരിക്കും. വളരെ ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും.
കാരണം എളുപ്പത്തിൽ A+ എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല. അതിപ്പോൾ കുട്ടികൾ കരഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവരിനി A+ ആക്കി, ഇത് എളുപ്പമാക്കി കൊടുത്ത് A+ ആക്കിയാലും നമ്മുടെ കുട്ടികൾ ലൈഫിൽ രക്ഷപ്പെടാൻ പോണില്ല. കാരണം മാർക്ക് കിട്ടി, ഓക്കെ, ദെൻ വാട്ട്? അടുത്തത് എന്താ? എൻട്രൻസ് ആണ്, പല രീതിയിലുള്ള എൻട്രൻസ് ആണ്. അതിന് പ്രിപ്പയർ ചെയ്യാൻ അവർ റെഡി ആയിട്ടില്ല. അവിടെയാണ് സ്മാർട്ടപ്പ് അത്തരത്തിലൊരു പ്രിപ്പറേഷൻ പ്ലാന് ഒരുപാട് സമയം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? നമുക്ക് അതിലേക്ക് പോകാം, നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് പോകാം. എക്സാം പാറ്റേൺ മാറിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് സ്മാർട്ടപ്പ് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തത്? നമ്മൾ വളരെ മുൻകൂട്ടിയിട്ട്, എനിക്ക് തോന്നുന്നത് 2018 മുതൽ നമ്മുടെ കുട്ടികൾക്ക് മര്യാദക്ക് കിട്ടിയിട്ടില്ല. 19 പോയി നമ്മുടെ കയ്യിൽ നിന്ന്, 20 പോയി, 21 പോയി, കുട്ടികളാകെ പ്രശ്നമായി. സ്മാർട്ടപ്പിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്മാർട്ടപ്പിന്റെ ക്ലാസ്സുകൾ മാത്രം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. ജൂൺ, ഏപ്രില്, മെയ്, ജൂണ്. ഏപ്രിൽ, മെയ്, ജൂൺ. ബാക്കിയുള്ള എല്ലാ ആളുകളും, ഇവൻ സ്കൂൾ പോലും ജൂണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അത്തരം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ 2 മാസം ഉണ്ടല്ലോ, നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ബേസ് പോയി. കാരണം ഈ വർഷങ്ങൾ നമ്മുടെ കുട്ടികളുടെ ബേസ് കൊണ്ടുപോയി അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പോയ സമയം ആന വലിച്ചാലും വരൂല, അതല്ലേ ചൊല്ല്. പക്ഷെ ഉള്ള സമയം യൂസ് ചെയ്യാം. സ്മാർട്ടപ്പ് ഏപ്രിലും മെയ്യിലും ക്ലാസ് ആക്കിയിട്ട്, ഏപ്രിലും മെയ്യിലൊക്കെ 2 മണിക്കൂർ വെച്ച് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് 40% പോർഷൻസ് നമ്മൾ ഏത് സമയത്ത് തന്നെ തീർക്കും? ഏപ്രിലും തീർക്കും, മെയ്യിലും തീർക്കും. അപ്പൊ എന്തായി ഗുണമെന്നറിയാവോ? നമ്മുടെ കുട്ടി ജൂണിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് മുതലേ അറിയാം. കാരണം ഇവിടെ 2 മാസം ക്ലാസ്സും നടന്ന് അതിന്റെ എക്സാമും നടന്നിട്ടായിരിക്കും കുട്ടികൾ പോകുന്നത്. നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. നമ്മുടെ അധ്യാപകർ അതിന് പ്രിപ്പയർഡ് ആണ്. ഇവർ നേരെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ സ്കൂളിൽ ചോദിക്കുന്ന ഓരോ പ്രാവശ്യം ഈ ചാപ്റ്റർ എടുക്കും, 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് റിവിഷൻ മോഡാണ്. പോയ സമയം നമ്മൾ പിടിച്ചു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒക്ടോബർ നവംബർ ആകുമ്പോൾ പോർഷൻ കംപ്ലീറ്റ് സ്മാർട്ടപ്പിൽ തീരുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയാമോ? ഈ നവംബർ കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വരെയുള്ള 1, 2, 3, 4 മാസം നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ കൺസെപ്റ്റും പഠിപ്പിക്കാം, എൻട്രൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് പഠിപ്പിക്കാം. നമ്മുടെ കുട്ടികൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും പേടിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 20% ക്വസ്റ്റ്യൻ ഇല്ലേ, അത് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതിനാണ് സ്മാർട്ടപ്പ് ഏപ്രിൽ മെയിൽ. ഇനി ഈ ക്ലാസ്സുകളെല്ലാം രസകരമായ ക്ലാസ്സുകളാണ്. എന്റർടൈൻമെന്റ് ഉണ്ട്, അവിടെ പരിപാടികളുണ്ട്, കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അതിന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് സ്മാർട്ടപ്പ് കരിക്കുലം സെറ്റ് ചെയ്തിട്ടുള്ളത്, എന്താണ് കരിക്കുലം, എന്താണ് സിലബസ് എന്നുള്ളതിന്റെ വ്യത്യാസം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ ക്ലാസ്സസ് ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളടുത്ത് ഇത് ക്ലിയർ ആയിട്ട് പറയാൻ കാരണം നമ്മളുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. നമ്മുടെ കുട്ടികളെ ബലിയാടാക്കി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് അവരുടെ കഴിവുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ഒരു നിലയിലെത്തിയിരിക്കണം. കാരണം ഒരു കുട്ടി, സ്മാർട്ടപ്പിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു കുട്ടിയെ നമ്മൾ രക്ഷപ്പെടുത്തിയാൽ അതൊരു ഫാമിലി, ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഈ സ്റ്റുഡന്റ് സക്സസ് ആയാൽ ആ ഫാമിലിയെ സക്സസ് ആയി. ഈ സ്റ്റുഡന്റ് ഫ്ലോപ്പ് ആയാൽ ആ ഫാമിലിയെ ഫ്ലോപ്പായി. അപ്പൊ അതുകൊണ്ട് സ്മാർട്ടപ്പിൽ ഒരു കുട്ടികളെയും കാണുന്നത് ഒരു കുടുംബമായിട്ടാണ്. നമ്മുടെ പ്രീവിയസ് ഉള്ള കുട്ടികളുടെ അടുത്ത് ഫീഡ്ബാക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര എൻജോയ് ചെയ്ത് സ്മാർട്ടപ്പിൽ പഠിക്കുന്നുണ്ട്. അവന്റെ പാരന്റ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ബോണ്ട് ഉണ്ട് നമുക്ക് അവരുടെ പാരന്റ്സിനായിട്ട്. കാരണം വി ബിലീവ് ഇൻ ദാറ്റ് ഓരോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ 1 ഫാമിലി ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ ആ ഒരു സെഗ്മെന്റിൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ പറ്റും. ഇനി ഇവിടുത്തെ ടഫായ കാര്യങ്ങൾ, ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മുഖ്യമന്ത്രിനേക്കാൾ കൂടുതൽ കാണുന്ന ഒരു ഫേസ് ആണിത്, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുമ്പൊക്കെ ഇത്രയും വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ഇത്രയും കാണുന്നുണ്ടായിരുന്നില്ല. കാരണം പുള്ളി കയറിയതിനു ശേഷം 2016 ശേഷമാണ് ഇത്തരം വലിയ മാറ്റങ്ങളൊന്നും. പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം 2016 മുമ്പ് വരെയുള്ള പാറ്റേൺ അല്ല 2016 ശേഷം വന്നത്.
അപ്പൊ ഇവര് കയറിയപ്പോൾ അല്ലേ, ഈ മന്ത്രിസഭ കയറിയപ്പോൾ ഈ പുള്ളിക്കുണ്ടായ ഒരു പ്രഷർ അത്ര ഉണ്ടാവും. കാരണം സിലബസ് മാറ്റിയേ മതിയാവുള്ളൂ, കരിക്കുലം മാറ്റിയേ മതിയാവുള്ളൂ. പക്ഷെ കുട്ടികൾ അതിന് ട്രെയിൻഡ് ആയിട്ടില്ല. എന്നാൽ കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള രീതിയിൽ ആരും ശ്രമിക്കുന്നില്ല. പക്ഷെ അവിടെയാണ് സ്മാർട്ടപ്പ് വേറിട്ട് നിൽക്കുന്നത്. സ്മാർട്ടപ്പ് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ കാര്യത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തരാം, എങ്ങനെയാണ് സ്മാർട്ടപ്പ് കരിക്കുലം സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ടൈം വേണം. ക്ലിയർ അല്ലേ? കുട്ടികൾ ഓർമ്മ ശക്തിയിൽ പിടിച്ചെടുന്ന് എഴുതുന്ന കാലം കഴിഞ്ഞു. കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വേണം. പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബേസ് ഉണ്ടാകണം. ശരിയല്ലേ? ബേസ് ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കുട്ടികളുടെ 2019, 2018, 19, 20, 21 നഷ്ടമായതാണ്. അതിൽ നമ്മുടെ ബേസ് പോയതാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ ബേസ് പോയത് കൊണ്ട് ആ ബേസ് തിരിച്ചു പിടിക്കാൻ സമയം വേണം. അത് ഏപ്രിൽ മെയ് എന്ന 2 മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ എന്തായാലും അത് പിടിച്ചു തരും. ക്ലിയർ അല്ലേ? നമ്മുടെ കുട്ടികൾ പോകുമ്പോഴേക്കും 40% പോർഷൻസ് തീർത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അത് വെച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കേണ്ടത് മാർക്കിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. ഇത് കാണുന്ന വലിയ ക്ലാസ് 10ാം ക്ലാസ്സിലെ പാരന്റ്സ് ആണ്, നിങ്ങളൊരു 8ാം ക്ലാസ്സിലെ ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുക. കാരണം 8ാം ക്ലാസ് മുതലേ കുട്ടികൾക്ക് ക്ലാരിറ്റി വരണം. ക്ലാരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പരിശ്രമിക്കും. ഞാൻ പരിശ്രമിച്ചാൽ 2 ചാൻസ് ആണ്, എത്താം, എത്താതിരിക്കാം. ക്ലിയർ? എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ പരിശ്രമിക്കൂല. ഒരേ ചാൻസ് ഉള്ളൂ, ഒരൊറ്റ സ്ഥലമുള്ളൂ, എത്തൂല്ല. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, ഞാനിവിടെ പഠിപ്പിച്ചതിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, ഏറ്റവും നല്ല രീതിയിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ അവരെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു അക്കാഡമിക് കരിക്കുലം ബിൽഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അതുകൊണ്ട് സ്മാർട്ടപ്പ് അത്തരം കാര്യങ്ങളിലേക്ക് വലിയൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ഇനി നമ്മുടെ കാര്യങ്ങളും പ്ലാനും വരുന്നത്. അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും നമ്മുടെ അക്കാഡമിക് പ്ലാൻ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് കുട്ടികളുമായി ഡിസ്കസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് എന്ന് കാണാം. താങ്ക് യു സോ മച്ച്.